ഹലോ ഓൾ, +1 എക്സാമിൻ്റെ റിസൾട്ട് ഇതാ വന്നിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ റിസൾട്ട് എന്ന് വരും എന്ന് ചോദിച്ചുകൊണ്ട് അവസാനം റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ അത്രമേൽ ഹാപ്പിയാണ് നിങ്ങളുടെ റിസൾട്ടിൽ. അതിലെന്തായാലും നിങ്ങൾ അത്രമേൽ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ കാണുന്ന റിസൾട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരുപാട് സംശയങ്ങളും ഇതിനോടൊപ്പം തന്നെ എല്ലാ വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നു. എങ്ങനെയാണ് നമുക്ക് പാസ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക, എങ്ങനെയാണ് എൻ്റെ ഗ്രേഡ് നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുക, A+ ആണോ, A ആണോ, B+ ആണോ, B ആണോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും ഉണ്ടായി. സോ ആ കാണുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ആദ്യമായി എത്ര മാർക്ക് ലഭിച്ചാലാണ് പാസ് ആവുക എന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ടോട്ടൽ സബ്ജക്ട്സിനെ 2ആയി കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് പ്രാക്ടിക്കൽസ് ഉള്ള വിഷയവും മറ്റൊന്ന് പ്രാക്ടിക്കൽസ് ഇല്ലാത്തതും. പ്രാക്ടിക്കൽസ് ഉള്ള വിഷയം എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. ആൻഡ് പ്രാക്ടിക്കൽസ് ഇല്ലാത്തത് നമുക്ക് ലാംഗ്വേജസ് ആണ് വരുന്നത്. പ്രാക്ടിക്കൽസ് ഉള്ള എല്ലാ വിഷയവും 60 മാർക്കിലായിരിക്കും നിങ്ങളുടെ തിയറി എക്സാമിനേഷൻ ഉണ്ടാവുക. 60-ൽ 18 മാർക്ക് ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് പാസ് ആണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലാംഗ്വേജ് എക്സാമിനേഷൻ നടന്നത് നിങ്ങൾക്ക് 80 മാർക്കിലായിരുന്നു. 80 മാർക്കിൽ 24 മാർക്ക് നേടിയ എല്ലാ വിദ്യാർത്ഥികളും നമുക്ക് പാസ് ആണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പാസ് മാർക്കിന് ശേഷം ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ചോദിച്ച മറ്റൊരു ചോദ്യം മറ്റൊന്നുമല്ല, എങ്ങനെയാണ് ഗ്രേഡ് നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുക? എനിക്ക് A+ ആണോ, എനിക്ക് A ആണോ, എനിക്ക് B+ ആണോ, B ആണോ എന്നെല്ലാം തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. സോ ഈ കാണുന്ന വീഡിയോയിൽ നമ്മൾ ബാക്കി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഗ്രേഡ് നിർണ്ണയിക്കുക എന്നതാണ്. ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രേഡ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ടോട്ടൽ മാർക്കിലാണ്. അതായത് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ള വിഷയം നമ്മൾ 80 മാർക്കിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ലാംഗ്വേജസ് നമുക്ക് 100 മാർക്കിലും. അപ്പോൾ 80 മാർക്കിൽ ഞാനിപ്പോൾ ഒരുപാട് ബാൻഡ് വിഡ്ത്ത് പറയും. ഈ കാണുന്ന ബാൻഡ് വിഡ്ത്തിൽ നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സബ്ജക്ട്സ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. അതായത് തിയറി ഉള്ള ആൻഡ് പ്രാക്ടിക്കൽ ഉള്ള പേപ്പറാണ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന 80 മാർക്ക് പരീക്ഷയിൽ നിങ്ങൾക്ക് 72 മുതൽ 80 മാർക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണ്. 64 മുതൽ 71 വരെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് A ആണ്. 56 മുതൽ 61 വരെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് B+ ആണ്. 48 മുതൽ 55 വരെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് B ആണ്. 40 മുതൽ 47 വരെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് C+ ആണ്. 32 മുതൽ 39 വരെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് C ആണ്. ആൻഡ് 24 മുതൽ 31 വരെയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് D+ ആണ്. സോ ഈ കാണുന്നതിന്മേൽ എല്ലാവരും ഒരു നോട്ട് തയ്യാറാക്കുക. ആൻഡ് നിങ്ങളുടെ ഗ്രേഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വളരെ സുഖമായിട്ട് തന്നെ നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളിതാ പ്രാക്ടിക്കൽസ് ഉള്ള എല്ലാ വിഷയങ്ങളുടെയും ഗ്രേഡിംഗ് നമ്മൾ അതിഗംഭീരമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ലാംഗ്വേജ് വിഷയങ്ങളുടെ ഗ്രേഡിംഗ് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ തിയറി എക്സാമിനേഷൻ എഴുതിയത് 80 മാർക്കിലാണ്. ആൻഡ് CE മാർക്ക് വരുന്നത് 20 മാർക്കാണ്. സോ മൊത്തമായിട്ട് 100 മാർക്കിലാണ് നമുക്ക് ലാംഗ്വേജ് പേപ്പർ എക്സാമിനേഷൻ എഴുതിയത്. സോ ഇതാണ് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. 90 മുതൽ 100 മാർക്ക് വരെ നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് A+ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. ആൻഡ് കറസ്പോണ്ടിങ്ങിൽ എല്ലാ ഗ്രേഡിങ്ങും എല്ലാ മക്കൾക്കും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജ് പേപ്പറിനെ ഗ്രേഡ് ചെയ്യുക. +1 എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ ഗ്രേഡും ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാ മക്കളും രേഖപ്പെടുത്തുക. ഇൻ കേസ് ആർക്കെങ്കിലും അല്പമെങ്കിലും മാർക്ക് കുറവുണ്ടെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കിനി ഒരു വർഷം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഈ കാണുന്ന ഒരു വർഷം നമ്മൾ അതിഗംഭീരമായി പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് A+ എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കേണ്ടതായിരിക്കും. സോ ആരും തന്നെ പേടിക്കേണ്ടതില്ല. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഒന്നിച്ച് പഠിച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ വരുന്ന എല്ലാ എക്സാംസും ഒന്നിച്ച് കളക്ട് ചെയ്യാം. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ആൻഡ് അടിച്ചു പൊളിക്കാം ഈ കാണുന്ന റിസൾട്ട്.